ഏറ്റവും പീക്കിലെത്തിയതിന് ശേഷമുള്ള ഒരു പൊട്ടിത്തെറി. മുകേഷിനെ കുറിച്ച് ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ എങ്ങനെ ഇതെല്ലാം കൂടി താങ്ങുമെന്നുള്ളൊരു ആ പരിസരത്ത് കൂടി പോയിട്ടുള്ള സ്ത്രീകളെല്ലാം ഇത് പറയുന്നെങ്കിൽ ലേറ്റസ്റ്റായിട്ട് വന്ന പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്ന് അതിൻ്റെ അമ്മയെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞു കഴിഞ്ഞ ദിവസം കഥ കേട്ടു. ഇതെങ്ങനെ സാധിക്കും? മണ്ഡലത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് പ്രവർത്തിക്കാനുള്ള യാതൊരു യോഗ്യതയും അദ്ദേഹത്തിനില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അമ്മയുടെ മെമ്പർഷിപ്പ് വേണമെങ്കിൽ സ്ത്രീകൾ വഴങ്ങിക്കൊടുക്കണമെന്ന് ഇതിലേക്ക് ഈ സംഘടനയെ കൊണ്ടെത്തിച്ചതാരാണ്? ഈ മുകേഷ് അടക്കമുള്ള ആളുകളാണ്. ഇതുപോലൊരു മണ്ഡലത്തിൻ്റെ നാഥനായിട്ട് വന്നാൽ എങ്ങനെയായിരിക്കും? എന്തൊക്കെ തരത്തിലുള്ള ചൂഷണങ്ങൾക്കുള്ള സാധ്യതകളാണ് അവിടെ ഉള്ളത്? സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ ഒരു കാമഭ്രാന്ത് മാത്രമായിട്ട് നടക്കുന്ന, അല്ലെങ്കിൽ ആ കണ്ണുകളിൽ മാത്രം കാണുന്ന ഒരാൾ ജനപ്രതിനിധിയായാൽ എങ്ങനെയാവും എന്നുള്ളതിൽ വലിയ ആശങ്കയുണ്ട്. സ്ത്രീ പീഡനത്തിൻ്റെ തീവ്രത അളക്കുന്ന സംസ്കാരമുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൽ കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ജീവിതം തുടങ്ങാനുള്ള പ്രായമാവാത്തൊരു കുട്ടിയാണ് ഈ ഒന്നും പറയുന്നതെന്ന് ആലോചിച്ച് നോക്കണം. ഒരേ സമയം ഇരകളോടും വേട്ടക്കാരോടൊപ്പം നിൽക്കുന്ന ഒരു സംവിധാനത്തെ, സർക്കാരിനെ എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുക? നമസ്കാരം. ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് കോൺഗ്രസ് പ്രവർത്തകയും നടിയും അവതാരികയുമായിരുന്ന വീണ എസ് നായരാണ്. കഴിഞ്ഞ ദിവസം അമ്മ ഭാരവാഹി സമിതി തന്നെ പിരിച്ചുവിട്ട ഒരു കൂട്ടരാജിയാണ് നടന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത്? വരും ദിവസങ്ങളിലും കൂടുതൽ ഇരകൾ വെളിപ്പെടുത്തലുകൾ നടത്തും എന്ന പേടിയുടെ അടിസ്ഥാനത്തിലല്ല ഇത്തരത്തിലൊരു കൂട്ടരാജി ഉണ്ടായിരിക്കും? ഇതിനകത്ത് ഏറ്റവും ഫണ്ടമെൻ്റലായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മൾ ഏത് ഓർഗനൈസേഷൻ്റെ തലപ്പത്തിരിക്കുമ്പോൾ, പ്രസിഡൻ്റ് ആയാലും ജനറൽ സെക്രട്ടറി ആയാലും റെസ്പോൺസിബിൾ ആയിട്ടുള്ള പൊസിഷനിലിരിക്കുമ്പോൾ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ രണ്ട് ഭാഗവും കേട്ടതിന് ശേഷം ഒരു നടപടി എടുത്തു പോവുക, അല്ലെങ്കിൽ ഒരാളൊരു പ്രയാസം പറയുമ്പോൾ അത് കേൾക്കുക. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യം ലെൻഡിങ് ഇയേഴ്സ്. പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ആ പരാതി പറയുന്നവർക്ക് പകുതി ആശ്വാസമാണ്. നിർഭാഗ്യവശാൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് അമ്മയിലുള്ള മെമ്പേഴ്സ് തന്നെ അമ്മയുടെ അതോറിറ്റി അല്ലെങ്കിൽ കീ പോസ്റ്റുകളിൽ ഇരിക്കുന്നവരോട് പല പരാതികൾ പറയുകയും മെയിൽ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടും അതിനോടൊന്നും ഇവരാരും യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് പല വെളിപ്പെടുത്തലുകളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവൻ ചാണ്ടിയുടെ മകൻ എന്ന് പറയുന്ന ഫിലിമിലെ ലൊക്കേഷനിലെ ചില അനുഭവങ്ങൾ പറഞ്ഞ് ശ്രീദേവിക എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് അടക്കം പരാതി കൊടുത്തിട്ട് യാതൊരു തരത്തിലുള്ള നടപടിയോ അല്ലെങ്കിൽ ഒരു കേൾക്കുക എന്ന് പറയുന്നൊരു കാര്യം പോലും അമ്മയുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടില്ല. അവിടെയാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം. കാരണം അംഗങ്ങൾ പരാതി പറയുന്നു, അല്ലെങ്കിൽ അംഗങ്ങൾ അവർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നു, അതാരും അഡ്രസ്സ് ചെയ്യാനില്ല. അതിനോടൊരു നമ്മൾ പറയത്തില്ലേ അഴകുഴമ്പൻ സമീപനം എന്നൊക്കെ പറയുന്ന പോലത്തെ അല്ലെങ്കിൽ ഒരു തരം ഒളിച്ചോട്ടം ആവാം, ബോൾഡ് സ്റ്റാൻഡ് എടുക്കാതെ നിൽക്കുന്ന ആ ഒരു നിലപാടാകാം. അതാണ് കഴിഞ്ഞ കാലങ്ങളിൽ അമ്മയിൽ ഉണ്ടായിട്ടുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം വളരെ ഗ്രേവായിട്ടുള്ള പല പ്രശ്നങ്ങളെക്കുറിച്ചും ഹേമ കമ്മിറ്റിക്ക് മുമ്പിലടക്കം ആൾക്കാർ പറയുകയും അവർ നേരിട്ട പീഡനങ്ങളെക്കുറിച്ച് പറയുകയും ചെയ്തു. കുറച്ച് വനിതകൾ WCCയുടെ ഭാഗമായി നിൽക്കുന്നവർ ഒരു പ്രത്യേക ഘട്ടത്തിൽ അമ്മയിലെ മെമ്പർഷിപ്പ് പോലും വേണ്ടാന്ന് വെച്ച് ഉപേക്ഷിച്ച് പോയ സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഒരുപാട് കാലമായിട്ട് ഇതിനകത്ത് നിലനിൽക്കുന്ന ഒരു അനീതി അല്ലെങ്കിൽ കേൾക്കായ്മ എന്ന് പറയുന്ന ഒരു അവസ്ഥയുടെ ഏറ്റവും പീക്കിലെത്തിയതിന് ശേഷമുള്ള ഒരു പൊട്ടിത്തെറിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കാതെ പോയ ഒരു ഭരണസമിതിക്ക്, അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്നവരിപ്പം ശ്രീ മോഹൻലാൽ അടക്കമുള്ളവർ എത്രയോ വർഷമായിട്ട് അമ്മയുടെ നേതൃത്വത്തിലുള്ളതാണ്. അവരെന്താണ് ചെയ്യുക? മുഖം രക്ഷിക്കാനായിട്ട് ആ സീറ്റ് ഒഴിഞ്ഞ് പോവുക എന്നുള്ളതല്ലാതെ അവർക്ക് ആ രീതിയിൽ ചിന്തിച്ചാൽ മറ്റൊരു ഓപ്ഷൻ അവർക്ക് മുന്നിലില്ല. 2, നമുക്കറിയാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പലരും മൊഴി കൊടുത്തിട്ടുണ്ട്. ആ മൊഴികളൊന്നും പുറത്ത് വന്നിട്ടില്ല, അല്ലെങ്കിൽ ആരൊക്കെയാണ് കൾപ്രിറ്റ്സ് എന്നുള്ളതിനെക്കുറിച്ച് ഇതുവരെയും വെളിവായിട്ടില്ല. സർക്കാർ കൃത്യമായിട്ട് അവർക്ക് വേണ്ടപ്പെട്ട ആളുകളെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇൻഫർമേഷൻ കമ്മീഷൻ പറഞ്ഞതിൽ അധികം പേജുകൾ ഹൈഡ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ പൊതുസമൂഹത്തിലേക്ക് തുറന്നു വിടാതിരിക്കുന്നൊരു സാഹചര്യമാണുള്ളത്. നാളെ ഇത് കോടതിയിലേക്ക് വിളിപ്പിക്കും. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇതിൽ കുറേ പേരുകളെങ്കിലും പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടാകും. ഇതിൽ ആരുടെയൊക്കെ പേരുണ്ടെന്നുള്ളത് നമുക്കിപ്പോഴും അജ്ഞാതമാണ്. ഒരുപക്ഷെ ഇതിനകത്ത് ഭാഗമായിട്ടുള്ളവർക്ക് ചിലപ്പോൾ അറിയാമായിരിക്കാം. നമുക്കങ്ങനെയല്ലേ വിലയിരുത്താൻ സാധിക്കുള്ളൂ ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ. അപ്പോൾ
നമ്മളൊരു പ്രതികരണം നടത്തുമ്പോൾ എന്താണ് അതിന് നമ്മുടെ ലോക്കസ് സ്റ്റാൻഡി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. കാരണം ഞാൻ ഒരാൾ ചെയ്ത ഒരു കൃത്യത്തിനെ പറ്റി ഒരു കമൻറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഭാഗം ക്ലിയർ ആയിരിക്കണം. നാളെ എനിക്കെതിരെ ഒരു സ്ത്രീ ഇറങ്ങിയിട്ടൊരു അലിഗേഷൻ പറയാൻ പാടില്ല. അത് എത്ര പേർക്ക് ആത്മവിശ്വാസത്തോടെ ഇരിക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ, കാരണം അങ്ങനെയാണ് ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സിദ്ദിഖിനെ കുറിച്ച് കേട്ടു, അതിനുശേഷം ശ്രീ മുകേഷിനെ കുറിച്ച് കേട്ടു, ജയസൂര്യ, നമ്മൾ ആരും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു പേരാണ് ജയസൂര്യയുടെ പേര് കേൾക്കുന്നു, ശ്രീ മണിയമ്പിള്ള രാജുവിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ ഒരുപാട് പേരുടെ പേരുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു തുടക്കം മാത്രമാണ്. ഈ ലിസ്റ്റിൽ ഇനി ഒരുപാട് പേരുടെ പേര് ആഡ് ഓൺ ചെയ്യപ്പെട്ടേക്കാം. അതിലൊരു പക്ഷേ ഇപ്പോൾ ഇതിനകത്തുണ്ടായിരുന്ന നമ്മൾ മാന്യന്മാരെന്ന് വിചാരിക്കുന്ന പലരും ചിലപ്പോൾ ഉണ്ടായേക്കാം. സ്വാഭാവികമായിട്ടും ഒഴിഞ്ഞു പോവുക എന്നുള്ളതല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇവരുടെ മുമ്പിൽ ഇല്ലായിരുന്നു എന്ന് വേണം ഒരു സാധാരണ ഒരു പ്രേക്ഷക കൂടി എന്നുള്ള നിലയിൽ ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ കരുതുന്നത്. ഈ സിദ്ദിഖ് അമ്മയുടെ ഭാരവാഹിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു പോയി, രാജിവെച്ച് പോയി. അതുപോലെ തന്നെ മുകേഷ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ മുകേഷിന് ഇതിനു മുൻപും ഒരുപാട് പരാതികൾ മുകേഷിനെതിരെ വന്നിരുന്നു. അപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ നിന്നും, അതായത് ഈ MLA സ്ഥാനത്ത് നിന്ന് മുകേഷ് മാറി നിൽക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? ഈ മുകേഷിനെ കുറിച്ച് ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ഇന്നും പുതിയ വെളിപ്പെടുത്തലുകളൊക്കെ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോരോ സ്ത്രീകളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ പറയാൻ. ഒരാളെങ്ങനെ ഇതെല്ലാം കൂടി താങ്ങുമെന്നുള്ളൊരു ഒരു കാര്യമാണ് എനിക്ക് സംശയം. കാരണം നമുക്കിപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞാൽ മനസ്സിലാക്കാം, അല്ലെങ്കിൽ 2 സ്ത്രീ പറഞ്ഞാൽ മനസ്സിലാക്കാം. ആ പരിസരത്ത് കൂടി പോയിട്ടുള്ള സ്ത്രീകളെല്ലാം ഇത് പറയുന്നെങ്കിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്ന പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്ന് അതിൻ്റെ അമ്മയെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞു കഴിഞ്ഞ ദിവസം കഥ കേട്ടു. ഇതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു മനുഷ്യന്. നമുക്ക് ഒരാളോടൊരു തോന്നുന്നത് നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ 2 പേരോട് മനസ്സിലാക്കാം. ഇത് കാര്യമായിട്ടെന്തോ ഒരു പ്രശ്നമുണ്ട് അദ്ദേഹത്തിന്. ഞാനത് സർക്കാസ്റ്റിക്കലി പറയുന്നതല്ല. യാതൊരു കാരണവശാലും മണ്ഡലത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് പ്രവർത്തിക്കാനുള്ള യാതൊരു യോഗ്യതയും അദ്ദേഹത്തിനില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം ഒരു ജനപ്രതിനിധി ഏകദേശം ഒരു 2 ലക്ഷം വോട്ടർമാരുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയുടെ നാഥനാണ് ഒരു ജനപ്രതിനിധി, അല്ലെങ്കിൽ ഒരു MLA എന്ന് പറയുന്നത്. അവിടെ ഒരുപാട് പേര് പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ചെറിയ പെൺകുട്ടികൾ മുതൽ വാർദ്ധക്യം ബാധിച്ച ആളുകൾ വരെ ഉണ്ടാവും. അതിൻ്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? അമ്മയുടെ മെമ്പർഷിപ്പ് വേണമെങ്കിൽ സ്ത്രീകൾ വഴങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞു എന്ന തരത്തിലടക്കം അദ്ദേഹത്തിനെതിരെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശ്രീമതി മിനു മുനീറാണ് പറഞ്ഞത്. ഞാൻ അറിയാതെ അമ്മയിൽ ഇവിടെ സിനിമയിൽ ഒന്നും നടക്കില്ല എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു. അപ്പോൾ അമ്മയെപ്പോലൊരു സംഘടന, ഒരു വെൽഫെയർ ഓർഗനൈസേഷൻ ഉണ്ടാക്കി വെച്ചിട്ട് ആ വെൽഫെയർ ഓർഗനൈസേഷനിൽ ഒരു സ്ത്രീക്ക് മെമ്പർഷിപ്പ് വേണമെങ്കിൽ അതിന് പോലും ഇത്തരത്തിലുള്ള വഴങ്ങിക്കൊടുക്കലുകൾ വേണമെന്നൊരാൾ പറയുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ അമ്മയിൽ മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്ന പെൺകുട്ടികളെല്ലാം ഒരു സംശയത്തിൻ്റെ മുനയിലേക്ക് കൊണ്ട് തള്ളിവിടുന്നൊരു സാഹചര്യമല്ലേ ഉള്ളത്. വളരെ ജെനുവിനായിട്ട് ഡീസൻ്റായിട്ട് പൈസ അടച്ച് അതിൽ മെമ്പർഷിപ്പ് എടുത്തവർ വരെയുണ്ട്. എല്ലാവരുടെയും അമ്മയിൽ മെമ്പറായിരിക്കുന്നത് പോലും നാണക്കേടാണ് എന്ന് അതിനകത്തുള്ള ഒരു പറ്റം ഭാരവാഹികളും അല്ലെങ്കിൽ അംഗങ്ങളും പറയുന്ന അവസ്ഥയിലേക്ക് ഈ സംഘടനയെ കൊണ്ടെത്തിച്ചതാരാണ്? ഈ മുകേഷ് അടക്കമുള്ള ആളുകളാണ്. ഒരു മണ്ഡലത്തിൽ ഏറ്റവും പാവപ്പെട്ട സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യർ മുതൽ വളരെ സമ്പന്നരായിട്ടുള്ളവർ വരെ കാണും. എങ്ങനെയായിരിക്കും അമ്മയിൽ മെമ്പർഷിപ്പ് അടക്കം കൊടുക്കണമെങ്കിൽ സ്ത്രീകൾ വഴങ്ങിക്കൊടുക്കണമെന്ന് പറയുന്ന മാനസികാവസ്ഥയുള്ള ഒരാൾ ഇതുപോലൊരു മണ്ഡലത്തിൻ്റെ നാഥനായിട്ട് വന്നാൽ എങ്ങനെയായിരിക്കും? എന്തൊക്കെ തരത്തിലുള്ള ചൂഷണങ്ങൾക്കുള്ള സാധ്യതകളാണ് അവിടെ ഉള്ളത്? സത്യത്തിൽ എനിക്ക് ഭയമുണ്ട്. കാരണം അദ്ദേഹം വയ്ക്കേണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു മോറൽ ഒബ്ലിഗേഷൻ്റെ ഭാഗമാണ്. കാരണം ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ആളുകളുടെ ഇടയിൽ ഇറങ്ങി ഇടപഴകുമ്പോൾ അവർ കടന്നു പോകുന്ന പ്രയാസങ്ങളുണ്ടല്ലോ, ആ പ്രയാസങ്ങൾ നമ്മുടേത് കൂടിയായി അനുഭവിച്ചു പോകുന്ന ആൾക്കാരാണ്. കാരണം നമ്മളൊരു മരണ വീട്ടിൽ ചെല്ലുന്നു, അവിടെ അവരനുഭവിക്കുന്ന വേദന എന്താണോ, സത്യത്തിൽ
നമ്മുടെ വീട്ടിൽ ഒരാൾ നമുക്ക് നഷ്ടപ്പെട്ടാൽ എന്താണ്, അതേ മാനസികാവസ്ഥയായിട്ടാണ് നമ്മൾ ഓരോ വീട്ടിലും കടന്നു ചെല്ലുന്നത്. സന്തോഷങ്ങളിലായാലും ദുഃഖങ്ങളിലായാലും ഇതുപോലെ സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ ഒരു കാമഭ്രാന്ത് മാത്രമായിട്ട് നടക്കുന്ന, അല്ലെങ്കിൽ ആ കണ്ണുകളിൽ മാത്രം കാണുന്ന ഒരാൾ ജനപ്രതിനിധിയായാൽ എങ്ങനെയാവും എന്നുള്ളതിൽ വലിയ ആശങ്കയുണ്ട്. സത്യത്തിൽ അദ്ദേഹം രാജിവെച്ച് ഒഴിയുന്നതാണ് മാന്യത എന്നുള്ളത് ഞാൻ പറയുകയാണ്. അദ്ദേഹം രാജിവെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടി പൂർണ്ണ പിന്തുണയുമായിട്ട് അദ്ദേഹത്തിനൊപ്പമുണ്ട്. പിന്നെ സ്ത്രീ പീഡനത്തിൻ്റെ തീവ്രത അളക്കുന്ന സംസ്കാരമുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൽ കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളുണ്ട്. അവർ വിലയിരുത്തും, അവർ ചോദ്യം ചെയ്യും. അവർക്കുള്ള അവസരത്തിൽ തീർച്ചയായിട്ടും അവരും ചോദ്യം ചെയ്യും. പ്രതിപക്ഷം എന്നുള്ള നിലയിൽ നമ്മളും ശക്തമായിട്ടുള്ള മൂവ്മെൻറ്റുമായിട്ട് തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഈ മുകേഷിനെ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. മുകേഷ് അങ്ങനെയുള്ളൊരു പ്രസ്താവനയാണ് നടത്തിയത്. പക്ഷേ എങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്തു, എന്തിനാണ് ബ്ലാക്ക് മെയിൽ ചെയ്തത് എന്നൊന്നും ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഇതിൽ നിന്നും തന്നെ വളരെ വ്യക്തമാണല്ലോ മുകേഷ് പറയുന്നതെല്ലാം കള്ളമാണ്. മുകേഷ് എന്ന് പറയുന്നത് ആരാണ്? മുകേഷ് 35-40 വർഷമായിട്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരു വളരെ പവർഫുള്ളായിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം 2 തവണ MLA, സെക്കൻഡ് ടൈം സിറ്റിംഗ് MLA ആയിട്ടുള്ള ഒരാളാണ്. ഈ മനുഷ്യനെ ഒരു സാധാരണക്കാരിയായിട്ടുള്ളൊരു സ്ത്രീ, അവർ കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചു എന്നുള്ളതിൽ കവിഞ്ഞ് മുകേഷുമായിട്ട് തുലനം ചെയ്തു നോക്കുമ്പോൾ ഒരുപാട് അന്തരമുള്ള 2 വ്യക്തികളാണ്. ആ സാധാരണ സ്ത്രീ മുകേഷിനെ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തൊരു അവിശ്വസനീയതയുണ്ട്. ഇനി അദ്ദേഹം പറയുന്നതനുസരിച്ച് ഓക്കെ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നും നമുക്കങ്ങ് സമ്മതിച്ചു കൊടുക്കാം. അദ്ദേഹം പറയുന്നതാണല്ലോ, സമ്മതിച്ചു കൊടുക്കാം. ഒരു ഫോൺ കോളിൽ ആ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നവരെ കൈകാര്യം ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉള്ള, രാഷ്ട്രീയമായും കലാപരമായും സാമ്പത്തികമായും ശേഷിയുള്ള ഒരാൾ എന്തുകൊണ്ടാണ് ഇത്രയും നാൾ മൗനത്തിലിരുന്നത്? ഇനി അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെളിവുകൾ ചിലപ്പോൾ വാട്സാപ്പിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഫോൺ കോളിലൂടെ ആയിരിക്കാം. അതിൻ്റെ റെക്കോർഡിങ്സോ എന്തെങ്കിലുമൊക്കെ പ്രൂഫ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അദ്ദേഹം അത് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കട്ടെ. അതാണല്ലോ വേണ്ടത്. അല്ലാതെ സത്യത്തിൽ ഇപ്പോൾ ശ്രീ രഞ്ജിത്തിനെതിരെ ശ്രീലേഖ മിത്ര പറഞ്ഞ ആരോപണം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ വിശുദ്ധനാണ്, പരിശുദ്ധനാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കണ്ടു. ശ്രീ സിദ്ദിഖിനെതിരെ ഉള്ളത് വന്നപ്പോൾ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് അദ്ദേഹം ഡിനൈ ചെയ്തു. ശ്രീ മുകേഷിനെതിരെ വന്നപ്പോൾ ശ്രീ മുകേഷും അതേ രീതിയിൽ തന്നെയാണ് ഇവർ ബ്ലാക്ക് മെയിൽ ചെയ്തു, നടന്നിട്ടില്ല, ഡിനൈ ചെയ്യാണ്. ഈ പീഡകന്മാരിൽ ആരെങ്കിലും എൻ്റെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റിപ്പോയി, എന്നോട് നിങ്ങൾ ക്ഷമിക്കണം എന്നുള്ളൊരു വാക്ക് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലല്ലോ. അറ്റ്ലീസ്റ്റ് ഒരു മനുഷ്യനാണെങ്കിൽ മനുഷ്യരുടെ ഭാഗത്ത് സ്വാഭാവികമായിട്ടും തെറ്റ് സംഭവിക്കാം. മനുഷ്യരാണോ തെറ്റ് സംഭവിക്കാം, ഒരുപാട് ശരികളും സംഭവിക്കാം. ഒരുപാട് ശരികൾ ചെയ്യുന്ന ഒരാൾ ഒരു തെറ്റ് സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അത് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അയാളെ ചെറുതായി കാണുന്ന ഒരു ലോകത്തല്ല നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ആരും സമ്മതിച്ചിട്ടില്ലല്ലോ, ഇവരാരും ഇതെൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചു പോയി എന്ന് പറഞ്ഞിട്ടില്ല. പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. അതുകൊണ്ട് ഈ ചെയ്തവരാരും ഇത് ചെയ്തു എന്ന് സമ്മതിക്കുന്നത് നമ്മൾ വിചാരിക്കേണ്ട. ഈ പരാതി പറഞ്ഞു വരുന്ന സ്ത്രീകളുടെ മുഖത്ത് കരിവാരി തേക്കുകയും അവരെ കുറ്റക്കാരാക്കുകയും അവരെ ക്രൂശിക്കുകയും അവരെ വീണ്ടും വീണ്ടും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ലോകക്രമത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ വിജയ് ബാബുവിൻ്റെ കേസ് ഇടയ്ക്ക് വന്നു. ആ കേസിൽ ആ സമയത്ത് വളരെ ശക്തമായിട്ട് പ്രതികരിച്ച ആൾക്കാരിൽ ഒരാളാണ് ഞാൻ. ആ പെൺകുട്ടിയെ ഏത് തരത്തിലാണ് അയാൾ ചൂഷണം ചെയ്തതെന്നുള്ളതിനെക്കുറിച്ച് പുറത്തു വന്നതാണ്. അപ്പോൾ എന്താണ്, ഒരു FB ലൈവ് ഇട്ടതിന് ശേഷം ഇന്ന ആളാണ് ആ പെൺകുട്ടി, എൻ്റെ മുഖം മാത്രം മോശമാകണ്ട, അവളുടേത് മോശമാകണം എന്ന് പറഞ്ഞ് അയാൾ പുറത്തോട്ട് വരുമ്പോൾ അയാൾ നിയമം ലംഘിക്കുക മാത്രമല്ല ചെയ്തത്, സത്യത്തിൽ ആ പെൺകുട്ടിക്ക് ഈ സമൂഹത്ത് ജീവിച്ച് മുന്നോട്ട്, കാരണം ഒരു അട്രോസിറ്റിയിൽ പല കാരണങ്ങൾ കൊണ്ട് അകപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. പക്ഷേ അതിന് നീതി വേണം. ആ നീതിക്ക് വേണ്ടിയിട്ടാണ് കോടതിക്ക് മുന്നിലേക്ക് അല്ലെങ്കിൽ പോലീസിന് മുന്നിലേക്ക് അത് എത്തുന്നത്. എങ്കിൽ നീ നല്ലതായിട്ടിരിക്കണ്ട എന്ന് പറഞ്ഞ് അതായത് ഈ ആരോപണം ഉന്നയിക്കുന്ന സ്ത്രീകൾ മാത്രം നല്ലവരായിട്ടിരിക്കേണ്ട എന്ന് പറയുന്ന പൊതു പീഡകന്മാരുടെ ഒരു മനോഭാവം ഉണ്ടല്ലോ, ആ മനോഭാവത്തിൻ്റെ റിഫ്ലക്ഷനാണ് വിജയബാബുവിൽ കണ്ടത്.
ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ സിദ്ദിഖിനെതിരായിട്ട് ആരോപണം ഉന്നയിച്ച പെൺകുട്ടി അവളുടെ മുഖം കവർ ചെയ്തിട്ടില്ല. അവൾ വളരെ ബോൾഡായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇനി എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്ന് പറഞ്ഞു വരാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു പെൺകുട്ടി, ഒരു 10-25 വയസ്സുള്ള ഒരു പെൺകുട്ടി മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നിട്ട് പറയുകയാണ് എനിക്കിനി ഒന്നും നഷ്ടപ്പെടാനില്ല ജീവിതത്തിൽ. ജീവിതം തുടങ്ങാനുള്ള പ്രായമാവാത്തൊരു കുട്ടിയാണ് ഈ ഒന്നും പറയുന്നതെന്ന് ആലോചിച്ച് നോക്കണം. ആ കുട്ടി ഒരു ലൈവിൽ കരഞ്ഞ് പറയുന്നത് കേട്ടു. അയാളുടെ മകളുടെ കാര്യം പറഞ്ഞ് എന്തോ കൺസേൺഡ് ആവുന്നതിനെക്കുറിച്ച് എന്തോ ഒരു സംഭവം പറയുന്നത്. ഈ ഇരകളായിട്ടുള്ള പെൺകുട്ടികൾക്കും അച്ഛനമ്മമാരുണ്ട്. എല്ലാ അച്ഛനമ്മമാർക്കും അവരുടെ പെൺമക്കൾ രാജകുമാരികളാണ്. കാരണം എല്ലാ വീട്ടിലും ഒരു മോളോ ഒരു മോനോ ഒക്കെ ഇന്നത്തെ കാലത്തുള്ളൂ. അവരെ എല്ലാ പെൺമക്കളെയും തലയിൽ വെച്ചാൽ പേനരിക്കും, താഴെ വെച്ചാൽ ഉറുമ്പരിക്കും എന്ന് പറഞ്ഞ് തന്നെയാണ് അച്ഛനമ്മമാരെ വളർത്തുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിലെ പെൺമക്കൾ മാത്രം നല്ലതായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ആ ഒരു മാനസികാവസ്ഥയെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഈ പറഞ്ഞ സിദ്ദിഖിനായാലും അല്ലെങ്കിൽ ഈ പെർപെട്രേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ഒക്കെ വീടുകളിൽ നിങ്ങൾ നോക്കും, അവിടെയൊക്കെ അവർക്ക് പെൺമക്കളുണ്ടായിരിക്കും അല്ലേ. അപ്പം കൃത്യമായിട്ട് സിദ്ദിഖിൻ്റെ കേസിൽ ആ പെൺകുട്ടി മുഖം മറച്ചില്ല. അതുപോലെ ശ്രീരഞ്ജിത്തിൻ്റെ കേസിൽ ശ്രീലേഖ മിത്ര ഐഡൻറ്റിറ്റി റിവീൽ ചെയ്തുകൊണ്ട് തന്നെ പൊതുമാധ്യമങ്ങൾക്ക് മുൻപിൽ അവർ എത്തുകയും ബൈറ്റ് തരികയും ചെയ്തു. അതുപോലെ തന്നെയാണ് മുകേഷിൻ്റെ കേസിലും. നിങ്ങൾ കണ്ട ഒരു മാറ്റം കാണണം. മുഖം മൂടി ഇല്ലാതെയാണ് ഇവരെല്ലാവരും വന്നിട്ടുള്ളത്. ചുരുക്കം 1-2 പേര് മാത്രമാണ് അവരുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാത്ത. ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടോ കാരണങ്ങൾ കൊണ്ടോ റീസെൻ്റ്ലി മാരീഡ് ആയിട്ടുള്ളവരോ അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് ബാക്കി എല്ലാവരും വളരെ ബോൾഡായിട്ടൊന്നും. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഒരു പെൺകുട്ടിക്ക് 2 മുഖം ഉണ്ടാകാം. ഒന്ന് അത് പാർവതി ദേവിയുടെ പോലെ വളരെ സോഫ്റ്റായിട്ടുള്ള, അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ പോലെ വളരെ സോഫ്റ്റ്. ആൻഡ് ദ അതർ ഫേസ് ഇസ് ദാറ്റ് ഓഫ് എ ദുർഗ. ആ ദുർഗയെ ചൂഷണം ചെയ്ത് ഉണർത്താതിരിക്കുക എന്നുള്ളത് മാത്രമാണ് പുരുഷ സമൂഹത്തിനോട് പറയാനുള്ളത്. കാരണം ആ ദുർഗ ഉണർന്നു കഴിഞ്ഞാൽ അത് ഡിസ്ട്രക്റ്റ് ചെയ്തിട്ടല്ലാതെ ഇരിക്കാൻ സാധിക്കില്ല. കാരണം അത്രയും ചൂഷണങ്ങൾ അതിൻ്റെ പീക്ക് ലെവലിലേക്ക് പോയി കഴിയുമ്പോഴായിരിക്കും ഈ സ്ത്രീകൾ പ്രതികരിക്കുന്നത്. ആ പ്രതികരണത്തിലേക്ക് സ്ത്രീകളെ നിങ്ങൾ എത്തിക്കാതിരിക്കുക, അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇരകളുടെ മൊഴി അന്വേഷണ സംഘം നിലവിലിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഉന്നത തലങ്ങളിൽ ഇരിക്കുന്നവരാണ്, രാഷ്ട്രീയ പ്രമുഖർ ഉൾപ്പെടെ ഇതിൽ ആരോപണ വിധേയരാണ്. അപ്പോൾ ഇവർക്കെതിരെ ശക്തമായ നടപടിയിലേക്ക് കടക്കുമോ അന്വേഷണം? സത്യത്തിൽ എനിക്ക് ഈ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാർ നടത്തുന്ന യാതൊരു അന്വേഷണത്തിലും അടിസ്ഥാനപരമായി വിശ്വാസമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. ഒരു പ്രതിപക്ഷത്തിൽ ഉള്ള ഒരു സംഘടനയുടെ പ്രവർത്തകയായതുകൊണ്ട് ഒന്നുള്ളതല്ല. അതിനപ്പുറത്തേക്ക് എൻ്റെ ഒരു സ്ത്രീ എന്ന് പറയുന്ന പൊളിറ്റിക്സ് വെച്ച് ഞാൻ ഒബ്സർവ് ചെയ്തിട്ട് പറയുകയാണ്, യാതൊരു നീതിയും ഈ പിണറായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ആർക്കെങ്കിലും ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഒന്ന് വാളയാർ കേസ്, വണ്ടിപ്പെരിയാർ കേസ് നിങ്ങൾ എടുത്തു നോക്കൂ. ഇപ്പോൾ ശ്രീ പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു സംഘം ഓഫീസേഴ്സ്, 4 വനിതാ IPS ഓഫീസേഴ്സ്, ശ്രീ സ്പർജൻ കുമാർ അടക്കം നേതൃത്വം നൽകുന്ന ഒരു ടീമിനെ ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിലുള്ള 1-2 വനിതാ ഓഫീസേഴ്സ് വാളയാർ വണ്ടിപ്പെരിയാർ കേസുകളിൽ അലിഗേഷൻ നേരിടുന്നവരാണ്. അതായത് എൻ്റെ ഓർമ്മ ശരി, വാളയാറും വടക്കാഞ്ചേരി കേസ്, 2 കേസുകളിൽ അലിഗേഷൻ നേരിടുന്നവരാണ്. അതായത് CPMൻ്റെ പ്രവർത്തകരായിട്ടുള്ള നേതാക്കളായിട്ടുള്ള ആൾക്കാരെ സംരക്ഷിക്കുന്ന തരത്തിൽ റിപ്പോർട്ട് തിരുത്തുന്നതിനടക്കം നേതൃത്വം നൽകിയ വനിതാ ഓഫീസേഴ്സാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഒരു വനിത വരുന്ന ടീം വരുന്നു എന്ന് പറയുന്നതുകൊണ്ട് കാര്യമില്ല. വാട്ട് ഈസ് ദെയർ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വിശ്വാസയോഗ്യരായിട്ടുള്ള വനിതാ ഓഫീസേഴ്സ് വേണം. സർക്കാരിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് സർക്കാരിന് വേണ്ടപ്പെട്ടവരെ സംരക്ഷിക്കുന്ന നിലപാടെടുക്കുന്ന വനിതകൾ, അല്ലെങ്കിൽ മാനിപ്പുലേഷൻസ് നടത്താൻ പറ്റുന്ന വനിതകൾ ഇരിക്കുന്ന ഒരു ടീമിൽ നമുക്ക് എങ്ങനെയാണ് വിശ്വാസ്യത ഉണ്ടാവുക? എന്തിനാണ് സ്പർജൻ കുമാർ അടക്കമുള്ളവരെ, അദ്ദേഹം ഇവിടെ IGP ആണ്, എന്തിനാണ് അദ്ദേഹം അടക്കമുള്ള ആൾക്കാരെ ലീഡ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത്? പൂർണ്ണമായിട്ടും സ്ത്രീകൾ, കാരണം ഇതിനകത്ത് ഇരകളായിട്ടുള്ളത് സ്ത്രീകളാണ്. അവർക്ക് പല കാര്യങ്ങളും തുറന്ന് പറയുന്നതിനും ഒക്കെ വളരെ പരിമിതിയുണ്ട്. നിങ്ങൾ ഓർക്കേണ്ടത്, ജസ്റ്റിസ് ഹേമയുടെ മുമ്പിൽ പോലും കാര്യങ്ങൾ തുറന്നു പറയാൻ അവസരം കൊടുത്തിട്ട് ഒളിച്ച സ്ത്രീകളാണ്.
അവർക്ക് ഒന്നോ രണ്ടോ എച്ച് വെങ്കടേഷ് അടക്കമുള്ളവരുണ്ട് ഓഫീസേഴ്സ്. പുരുഷ ഓഫീസേഴ്സ് ഹെഡ് ചെയ്യുന്ന ഒരു ടീമിന് മുന്നിലേക്ക് സ്ത്രീകളുടെ മുന്നിലാണ് പറയുന്നതെങ്കിൽ പോലും ചിലപ്പോൾ അവർക്ക് പരിമിതികൾ ഉണ്ടാകും എന്നുള്ളത് ഒരു വസ്തുത. പിന്നെ നിങ്ങൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇവിടെ നടന്നിട്ടുള്ള സ്ത്രീപീഡന കേസുകൾ, നടി ആക്രമിക്കപ്പെട്ട കേസ് പോലും നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയേ. ശ്രീ ദിലീപിനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്തിട്ടു കുറച്ച് ദിവസം എന്നുള്ളതിൽ കവിഞ്ഞ് അതിനുശേഷം നടന്നിട്ടുള്ള സംഭവ വികാസങ്ങൾ, ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന ഇന്ത്യ കണ്ട ഏറ്റവും മഹാസംവിധായകൻ എന്നാണല്ലോ സാംസ്കാരിക മന്ത്രി പറഞ്ഞത്. അദ്ദേഹം ഇവരെ ഒരു പരിപാടിക്ക് ഗസ്റ്റായിട്ട് കൊണ്ടുവന്നപ്പോൾ കേരളം മുഴുവൻ ഹർഷാരവമായിരുന്നു. അതിജീവിതയെ കൊണ്ടുവന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ അല്ലേ, അതൊരു ഭയങ്കര മെസ്സേജായിരുന്നു. പക്ഷേ ഒരേ സമയം അയാൾ ഇരയോടൊപ്പവും വേട്ടക്കാരനോടൊപ്പവും സിനിമയിലുള്ളതിനേക്കാളും നല്ല അഭിനയം നല്ല സംവിധായകർ, നല്ല അഭിനേതാക്കൾ കൂടിയായിരിക്കും എന്ന് പറയും അല്ലേ. അപ്പോൾ സ്ക്രീനിൽ നമ്മൾ അധികമൊന്നും രഞ്ജിത്ത് അഭിനയിക്കുന്ന കണ്ടിട്ടില്ല. പക്ഷേ ജീവിതത്തിൽ അദ്ദേഹം എങ്ങനെയാണ് ഒരു ഇരയോടൊപ്പവും വേട്ടക്കാരനോടൊപ്പവും മനോഹരമായി അഭിനയിക്കാൻ സാധിക്കുന്നതെന്നുള്ളത് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. ഒരേ സമയം ഇരകളോടും വേട്ടക്കാരോടൊപ്പം നിൽക്കുന്ന ഒരു സംവിധാനത്തെ, സർക്കാരിനെ എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുക? ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. പിന്നെ ഇത്രടം വരെ ഇതെത്തിയത് പോലും എന്തുകൊണ്ടാണ്? നിങ്ങളെപ്പോലുള്ള കുറേ പേര് മൈക്കും പിടിച്ച് ലോകം മുഴുവൻ നടന്ന് ഈ മാധ്യമങ്ങളുടെ ഇടപെടൽ കൊണ്ട്, മാധ്യമങ്ങൾ RTI കൊടുത്ത് റിപ്പോർട്ട് പുറത്തെടുത്തത് കൊണ്ട്, നിരന്തരം നിങ്ങൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട്, ഈ റിപ്പോർട്ട് പുറത്ത് വന്നത് മുതൽ ഈ നിമിഷം വരെ ചാനലുകളിൽ പ്രൈം ടൈം ഡിബേറ്റിൽ ഈ വിഷയം നിറഞ്ഞു നിൽക്കുക. അപ്പോൾ സർക്കാരിന് ഗത്യന്തരമില്ലാതെയാണ് ഈ അവസ്ഥയിലേക്ക്, ഈ അന്വേഷണത്തിലേക്ക് വരെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്പോഴും സാംസ്കാരിക മന്ത്രി പറഞ്ഞ എന്താണ്? ഞങ്ങൾ രഞ്ജിത്തിനോട് രാജിവെക്കാൻ പറഞ്ഞിട്ടില്ല, മുകേഷിനോടും അവർ രാജിവെക്കാൻ പറയുന്നില്ല. കാരണം പീഡനവീരന്മാരെ സംരക്ഷിക്കുന്ന മനോഭാവമുള്ള സർക്കാരാണ്. ആ സർക്കാരിനെ ഒരിക്കലും വിശ്വസിക്കാൻ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് സാധിക്കില്ല.